വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമുക്കിതിലിങ്ങനെ ചിക്കൻ മസാലകളൊക്കെ പരട്ടി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച ബിരിയാണി റൈസാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വന്ന് അരിയുടെയും വെള്ളത്തിൻ്റെയും ഒരേ ലെവലിൽ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി റൈസ് ഔട്ടിരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം. ഇതിനാവശ്യമായ പച്ചമുളക്, ഞങ്ങളുടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസിൽ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെള്ളം ചേർക്കാണ്ടിരുന്നത്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത 2 തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിത് വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയും ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിതിലേക്ക് 1 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് അത്രത്തോളം ഗ്രേവി ആവശ്യമില്ല. നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഗ്രേവിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അപ്പോൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി റൈസ് ഇല്ലേ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ദം ചെയ്യാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ. ആ മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള, അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ മസാലയും റൈസും ഒക്കെ ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ എങ്ങനെയാണ്, ഈസി അല്ലേ തയ്യാറാക്കാൻ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വഴി പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.